ഈ 90 സീറ്റിന്റെ പ്രഖ്യാപനം വന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയ്ക്കാണ്. തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ പ്രതിപക്ഷ നേതാവ് വന്ന് 100 സീറ്റ് എന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ്. കേരള രാഷ്ട്രീയ അതായത് ഒരു വിധിയെഴുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയും അതിലേക്ക് കേരള രാഷ്ട്രീയം എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടാവുകയുമാണ്. പിന്നീട് തുടർ പ്രതികരണങ്ങൾ വരുന്നു, മുഖ്യമന്ത്രി ചർച്ചകൾ വരുന്നു, ഏറെക്കുറെ UDF ഉറപ്പിച്ചു എന്ന തരത്തിൽ വലിയ പ്രചാരണം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിന് നോക്കൂ, മെയ് 4 എന്ന് പറയുന്നത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരിടമാണ്. തെരഞ്ഞെടുപ്പ് തന്നെ 3 ആഴ്ചയെ പ്രചാരണം ഉണ്ടായിരുന്നുള്ളൂ. സമാനമായ ഒരു ദീർഘകാലയളവാണ് ഇനി നമ്മൾ റിസൾട്ട് കാത്തിരിക്കേണ്ടി വരുന്നത്. അത്രയും ദിവസം ഈ നെറേറ്റീവിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും മുന്നണിക്കും വലിയ ബുദ്ധിമുട്ടാണ്. ആ നിലയ്ക്ക് 100 സീറ്റ് UDF നേടി അധികാരത്തിൽ വരും എന്ന പ്രചാരണം ഇതിപ്പോൾ ഈ 90 സീറ്റിന്റെ തടയിട്ട് വെച്ചില്ല എങ്കിൽ വകുപ്പ് ചർച്ചകളും പങ്കുവെക്കലുകളും ഈ വകുപ്പ് വിഭജനവും അടക്കം പുരോഗമിക്കുകയും ചെയ്യും. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമായിരിക്കില്ല ഏത് മുന്നണിക്കും. അതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അത് വളരെ ഈ പറയുന്നത് പോലെ CPM-ന്റെ രീതി എന്താണോ ആ രീതിക്കനുസരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാന പാർട്ടി ഘടകങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചു എന്ന നിലയ്ക്ക് ആദ്യം വാർത്തകളിൽ വന്ന കണക്കുകളല്ല സെക്രട്ടേറിയറ്റിന്റെ കണക്കുകളിലേക്ക് വന്നപ്പോൾ പിന്നെ കേൾക്കുന്നത്. പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് 2001 മുതൽ ഇങ്ങോട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇവിടെ പാഴായി പോയിട്ടില്ല എന്നാണ് ഇന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടത്.